ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്ന് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഒരു എർത്തിൻ്റെ കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കുത്ത് വേസ്റ്റ് വന്ന പൈപ്പിലാണ് കുത്തിയത്. അപ്പോൾ ഇത് കപ്ലിങ് ഇട്ടിട്ട് ഇതൊന്ന് ശരിയാക്കണം. പിന്നെ നമ്മളുടെ ടാങ്ക് കണ്ടില്ലേ, ഈ ടാങ്കിൻ്റെ ഔട്ട് മറ്റേ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടുണ്ട്. അതിനകത്ത് ഇടയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോൾ വാൽവ് ഫിറ്റ് ചെയ്യണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഇപ്പോൾ ഉള്ള പരിപാടി. ബാക്കി പിന്നെ വേറെയും കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ മിനിങ്ങാന്നത്തെ വീഡിയോയിൽ നമ്മൾ KCB-ക്കാർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഇന്നലെ തന്നെ KCB-ക്കാർ വന്നു. നമ്മുടെ സർവീസ് വയർ നമ്മുടെ പോസ്റ്റിൽ നിന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിൽ അധികം വന്ന സർവീസ് വയർ ഈ പോസ്റ്റിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അത് നേരെ ഇവിടെ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് വഴി അങ്ങനെ നമ്മളുടെ മീറ്റർ ബോർഡിലേക്ക് അങ്ങനെ മീറ്റർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. മീറ്ററൊക്കെ നല്ല ഓട്ടം ഓടുന്നില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ ഫുൾ ഓഫ് ചെയ്തിട്ടേക്കല്ലേ. ഇനി നമ്മൾ സോളാറിൻ്റെ പരിപാടി തുടങ്ങണം കേട്ടോ. സോളാറിൻ്റെ ആൾക്കാരെ വിളിച്ച് അതിൻ്റെ പരിപാടി തുടങ്ങാനുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ ഇനി ഈ ബോൾ വാൽവും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കാണിച്ചു തരാം. ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഏണിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിൽ വലിഞ്ഞേറി പൈപ്പൊക്കെ കട്ട് ചെയ്ത് അതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് സോൾവെൻറ്റും തേച്ച് നമ്മുടെ ബോൾ വാൽവ് കണക്ട് ചെയ്തു. ഈ ബോൾ വാൽവ് വന്ന് കിട്ടാത്തത് കൊണ്ടാട്ടോ നമ്മുടെ വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യാൻ വന്നവർ മാറ്റാതെ വിട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിക്കോളാം. നമ്മളതൊക്കെ ചെയ്ത് ചെറിയ ശീലവും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും വലിയ വിഷയമല്ല. അപ്പോൾ എന്തായാലും സംഭവം ഉഷാറാക്കിയിട്ട് നമ്മളത് കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. വെള്ളം സ്റ്റോപ്പ് ചെയ്താൽ പോരെ, വേറെ ഇപ്പം എന്ത് വേണം, വേറെ ഒന്നും വേണ്ട. അങ്ങനെ വാൽവും ക്ലോസ് ചെയ്തിട്ട് പരിപാടി തീർത്തു. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യം കുറച്ച് ഇതെല്ലാം മണ്ണ് മാറ്റി വെച്ചാണ്, പക്ഷെ ഒന്നും കൂടെ ക്ലിയറായിട്ട് മണ്ണൊക്കെ മാറ്റി മറ്റേ സംഭവം കട്ട് ചെയ്യാൻ പാകത്തിന് സെറ്റാക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്യാൻ തുടങ്ങി. അത് കട്ട് ചെയ്ത് പുതിയ കപ്ലിങ് അത് ഇടുക തന്നെ. അങ്ങനെ നമ്മൾ അവിടെയും കപ്ലിങ് ഇട്ട് ജോയിൻ്റ് അടിച്ച് ഫുള്ളായിട്ട് മണ്ണെടുക്കേണ്ടി വന്നു കേട്ടോ. സന്ധ്യയായി. രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു, പക്ഷേ നമ്മൾ പകുതിക്ക് ഇട്ടിട്ട് പോയി. കാരണം വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. മുകളിൽ നമ്മുടെ വാൽവും സെറ്റ് ചെയ്തു. വേറെ ഒരു സാധനം ഇന്ന് വർക്കിന് പോയി തിരിച്ചു വന്ന വഴിക്ക് വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഏത് നമ്മളുടെ പോളി കാർബൺ ഷീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മളുടെ മുകളിൽ ഇതേ ആ കാണുന്ന ഭാഗത്തേക്ക് നമ്മൾ പോളി കാർബണാണ് ഇടുന്നത്. ഇതാ നമ്മൾ 4 അടിയുടെ ഷീറ്റാണ് വാങ്ങിയിരിക്കണേ. 16 അടി ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷീറ്റ്. ഉള്ളിൽ ക്രിസ്റ്റൽ ടൈപ്പാണ് കേട്ടോ. ഇത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു 65 രൂപയായുള്ളൂ കേട്ടോ. നമ്മൾ ഏകദേശം 90 രൂപയൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. 65 രൂപയായുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാത്രി രാത്രിയിൽ നമ്മളുടെ ടി വി യൂണിറ്റ് കണ്ട് മടുക്കരുത് കേട്ടോ. കാരണം എനിക്ക് നമ്മുടെ ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ടി വി യൂണിറ്റാണ്. കാരണം അത്രയ്ക്ക് ഇനി ഈ കാണുന്ന വൈറ്റ് ഷീറ്റിൽ എല്ലാത്തിലും നമുക്ക് സ്റ്റിക്കർ വരാനുണ്ട്. അതെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ലാഡർ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടും ആണ് നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിക്കാത്തത്. ഇനി ഈ ആ പോളികാർബൺ ഷീറ്റ് നമ്മൾ കൊണ്ടുവന്ന പോളികാർബൺ ഷീറ്റ് ഈ ഒരു ഏരിയക്കടെ ഫുള്ള് നമ്മൾ ഒട്ടിക്കും. അതേപോലെ ഇതല്ലേ എല്ലാ ഏരിയക്കടെയും ഒട്ടിക്കും. പിന്നെ വേറെ ഇതിൽ സ്റ്റിക്കറുകൾ അടിക്കാനുണ്ട്. അതെല്ലാം മെല്ലെ ആക്കും പോലെ. ഇതിനകത്തുള്ള സ്റ്റിക്കറുകളെല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അത് എവിടുന്നാണ് മേടിച്ചതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ്. നമ്മുടെ ഇത് പാർട്ടീഷൻ ചെയ്ത് എങ്ങനെയുണ്ട്, ശരിക്കും കട്ട കെട്ടിയ പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ. ഇനി അതിനകത്ത് സ്റ്റിക്കർ കൂടെ വന്നു കഴിഞ്ഞാൽ അതും ഉഷാറാവും. പിന്നെ നമ്മളുടെ ബെഞ്ചിൻ്റെ കാലിൻ്റെ അടിയിലേക്ക് ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്, സ്ക്വയർ. പിന്നെ എക്സോസ്റ്റൊക്കെ വർക്കിംഗ് ആയിട്ടോ. ആ സ്റ്റിക്കറുകളൊക്കെ, ആ ഗ്ലാസ്സിലെ സ്റ്റിക്കറുകളൊക്കെ പൊളിച്ച് കളയാനുണ്ട്. അങ്ങനെ ചില്ലറ പണികൾ. ക്ലീനിങ് ആണ് ഇനി മസ്റ്റായിട്ട്. പിന്നെ ഈ കാണുന്ന കോളങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ്
നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവ് ചുരുങ്ങിയ രീതിക്ക് നമുക്ക് ഈ കാണുന്ന കള്ളികളിലെല്ലാം എന്തെങ്കിലും ചെയ്യാനുള്ള വെറൈറ്റീസ് ഉണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് പേപ്പറുകളുണ്ടല്ലോ, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയുള്ള ന്യൂസ് പേപ്പറുകൾ, പിന്നെ ബാലരമ, ബാലഭൂമി അങ്ങനെയുള്ള ആഴ്ച പതിപ്പുകൾ, അതിൻ്റെ എല്ലാം പേപ്പറുകൾ എടുത്തിട്ട് ഒട്ടിച്ച് ഉള്ളൊരു ഡിസൈൻ ആണ്. അതാകുമ്പോൾ ചിലവും ചുരുക്കാം, കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അത് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയും ഇത് നല്ല അടിപൊളിയാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ. അപ്പോൾ നാളെ ബാക്കിയുള്ള നാളെ എന്തായാലും JCB വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുറ്റത്തെ ആ പാറയും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളുമായിട്ട് വീണ്ടും നാളെ വൈകുന്നേരം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.